ഓക്കെ, ഇതിനകത്ത് സ്റ്റോക്ക് ഹണ്ട് മോഡൽ എന്നാണ് ഈ ഒരു സ്ട്രാറ്റജീൻ്റെ പേര്. ഇത് 5 മിനിറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. എല്ലാ സ്റ്റെപ്പും ഇതുപോലെ ഫോളോ ചെയ്ത് വരണം. ഇതിനകത്ത് നമുക്ക് 2 ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ഫോളോ ചെയ്യാറുള്ളത്. ഇത് വന്നു കഴിഞ്ഞാൽ ട്രേഡ് ഉണ്ടാവും, എടുക്കണം എന്നുള്ളതാണ്. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഒക്കെ. ഞാൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞുതരാം. ഏത് ചാർട്ട് ആയിക്കോട്ടെ. ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ഒരു ഇൻഡിക്കേറ്ററാണ് ഒന്ന്, കൺസെപ്റ്റില്ല, ICT കില്ലർ സോൺ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ആഡ് ചെയ്യേണ്ടത്. ICT കില്ലർ സോൺ ലെക്സ് ആൽഗോൻ്റെ ഇതിനകത്തുള്ളതാണ്. ITC കില്ലർ സോൺ ലെസ് ആൽഗോ 4400 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്ത് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിനകത്ത് ഏഷ്യൻ മാത്രം മതി. ഇതൊക്കെ ടിക്ക് ഉണ്ടാവും, ഒക്കെ ഒഴിവാക്കുക. ഏഷ്യൻ മാത്രം മതി. ഇത് രണ്ടും ടിക്ക് ഇടുക. ഇവിടെയൊക്കെ ടിക്ക് ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കുക. 0, 1 അത് മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിങ് ഇവിടെ കിട്ടും. ഏഷ്യൻ ടൈം എപ്പോൾ തുടങ്ങുന്നു? ഏഷ്യൻ ടൈം തുടങ്ങുന്നത് രാവിലെ 6:30ക്കാണ്. ഇത് ബാങ്ക് ട്രേഡ് ചെയ്യുന്ന ടൈമാണ്, ഏഷ്യൻ ടൈം അല്ല. ബാങ്ക് ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ ടൈം. ഓക്കെ, രണ്ടാമത് നമുക്ക് കിട്ടേണ്ടത് സ്മാർട്ട് മണി കോൺസെപ്റ്റിൻ്റെ ആ ഒരിതാണ്. SMC എന്നുള്ള ഇത് 73,000 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള SMC എന്നുള്ളതാണ് നമുക്ക് രണ്ടാമത് എടുക്കേണ്ടത്. ഇതിനകത്ത് സെറ്റിങ്സിൻ്റെ അകത്ത് പോയിക്കാണ്ട് ഇതെല്ലാം അൺടിക്ക് ചെയ്യുക. ഇതൊന്നും വേണ്ട, ഒക്കെ ഒഴിവാക്കിയിട്ട് ഇത് മാത്രം ടിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ചോച്ച് മാത്രം മതിയാവും. ഇത് ബൈ സൈഡ് സെൽ സൈഡ് സിഗ്നൽ തരുന്ന ഒരു സാധനമാണ്. ഓക്കെ, സിഗ്നലല്ല, നമുക്കൊരു കൺഫർമേഷൻ തരുന്നു. മൂന്നാമത്തത് ഇൻഡിക്കേറ്റർ പോയിക്കാണ്ട് ഇംബാലൻസ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞിട്ട് സംഭവമാണ്. 5700 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ സെറ്റിങ്സിനകത്ത് ഇതെല്ലാം ഒഴിവാക്കുക. ഇതൊന്നും ടിക്കിടണ്ട, ഇത് മാത്രം ടിക്കിട. എക്സ്റ്റെൻഡ് എന്നുള്ളത് 2 ആക്കുക. 2 ഇനി 3 ആക്കിയാലും കുഴപ്പമില്ല. 3 ആക്കാം, 3. ഓക്കെ, പ്രസ് ചെയ്യും. ഇനി നമ്മളുടെ സ്ട്രാറ്റജി പറയുന്ന കാര്യമാണ് ഒന്ന് 5 മിനിറ്റിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളത്. അല്ല, 5 മിനിറ്റിലേക്ക് കൊണ്ടെത്തി. ICT കോൺസെപ്റ്റിൽ അല്ല, കില്ലർ സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആൾക്ക് ഈ കില്ലർ സോണിൽ മുമ്പത്തെ എടുക്കാം. കില്ലർ സോണിൽ ഹൈയും ലോയും ഇവർ മാർക്ക് ചെയ്ത് തരും. ഹൈയും ലോ ഇവർ മാർക്ക് ചെയ്ത് തരും. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഈ ഹൈയും ലോവും അവർ മാർക്ക് ചെയ്ത് തരും. പിന്നെ ഇൻഡിക്കേറ്റർ തന്നെ ഓട്ടോമാറ്റിക്കലി ഹൈയും ലോവും മാർക്ക് ചെയ്ത് തരും. ഇതൊക്കെ ഇൻബാലൻസിങ് ആണ്. ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇതിൽ ഗോൾഡിൽ സെൻട്രൽ ബാങ്കിൻ്റെ സിസ്റ്റം പ്രകാരം നമ്മൾ നോക്കേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CHF USDൻ്റെ സെയിം വാല്യൂ തന്നെ ആയിരിക്കും ഇൻ്റർ ബാങ്കിൻ്റെ ആ ഒരു പിന്നെ ഡയറക്ഷൻ, IPDA ഡയറക്ഷന് ഇതിൻ്റെ സെയിം ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഇത് കിട്ടാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓൾറെഡി ഇപ്പോൾ എന്താണ് സെല്ലിലാണുള്ളത്. അത് കിട്ടാനുള്ള ChatGPTൻ്റെ കോഡാണിത്. PDF അയച്ചുതരാം. ChatGPTൻ്റെ കോഡാണിത്. അതിൻ്റെ റിസൾട്ട് ഞാൻ എടുത്ത് അയച്ചുതരാം. റിസൾട്ട് ChatGPTയിൽ കയറിയാൽ നമുക്ക് കിട്ടും. മൂന്ന് മാസം കൂടുമ്പോഴാണ് ഇത് ചേഞ്ച് ആവുക. അപ്പോൾ നമുക്ക് ഡെയിലി നോക്കേണ്ട ഒരു ആവശ്യം അതിൽ വരില്ല. ഇതാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അതിൽ ഇതാണ് നമുക്ക് ഗോൾഡിന് തുല്യമായിട്ടുള്ളത്. CHF USD, അതായത് ഗോൾഡിൽ കറൻസി അല്ലല്ലോ, 2 സൈഡും. ഒരു സൈഡ് കമ്മോഡിറ്റിയാണ്. അതുകൊണ്ട് കറൻസി ഉള്ള സാധനത്തിൻ്റെ ഒരേപോലെ സ്വഭാവമുള്ളതാണ് CHF USD എന്നുള്ളത്.
അപ്പോൾ ഇത് ബാരിഷാണ്, ഇതും ബാരിഷായി. അപ്പോൾ ഇവിടെ ബാരിഷ് ട്രേഡ് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. ബാരിഷ് ട്രേഡ് നോക്കുമ്പോൾ അതിനുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ചോദിച്ച് എന്താവണം, ഈ കണ്ടീഷൻസൊക്കെ നമ്മൾ നോക്കി, ഇതിൻ്റെ ഹൈ ആൻഡ് ലോ മാർക്ക് ചെയ്തു. ഒക്കെ ഓട്ടോമാറ്റിക് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിലൊന്നും പണിയില്ല. ഇതുണ്ടല്ലോ, ഓട്ടോമാറ്റിക് ഹൈയും ലോ ഒക്കെ മാർക്ക് ചെയ്തു. പിന്നെ വരുന്നത് ബാരിഷ് ആണ് എങ്കിൽ COHൻ്റെത് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് COH ഇതിൻ്റെ ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിലും പുറത്ത് വരികയാണെന്നുണ്ടെങ്കിലും COH ബാരിഷ് ആവണം. COH എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിപ്പോൾ ഗ്രീനാണ്, ഇത് ബാരിഷ് ആവണം, ഇത് ബാരിഷ് ആകും വേണം. ഇൻബാലൻസ് ഒന്നിൻ്റെ മേലേക്ക് വരും വേണം. അത് BPR എന്നുള്ള ആ ഒരു മൂന്നാമത്തെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. ബാരിഷ് ആവും വേണം. ഇൻബാലൻസിങ് ഇങ്ങനെ ഒന്നിൻ്റെ മേലെ കൂടെ വരും വേണം. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ വരണം എന്നറിയാം. ആദ്യം ബാരിഷ് ആയതുകൊണ്ട് ആദ്യം പച്ച വരണം, പിന്നെ ചുവപ്പ് വരണം. ഇതിപ്പോൾ ആദ്യം ചുവപ്പ് വന്ന് പിന്നെ പച്ച വരുന്നത്, അത് നടക്കില്ല. ആദ്യം പച്ച വരണം, പിന്നെ ചുവപ്പ് വരണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വന്നാൽ പറ്റില്ല, ഇതിൻ്റെ മേലെ കൂടെ തന്നെ വരണം, ഇതുപോലെ വരണം. പക്ഷേ പച്ചൻ്റെ മേലെ കൂടെ വരും വേണം, അത് താഴത്തേക്ക് ആവും വേണം. അതായത് ഇങ്ങനെ മേലേക്ക് വന്നിട്ടും കാര്യമില്ല, ഇതിൻ്റെ താഴത്തേക്ക് വരും വേണം. ഉദാഹരണത്തിന് ഇങ്ങനൊരു പച്ച വന്നു, ഇതിൻ്റെ ഇങ്ങനെ വരണം. ഓക്കെ, ഇങ്ങനെ വരണം. അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ല. ഇങ്ങനെ വരുമ്പോഴേ നമുക്കവിടെ ട്രേഡ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ഒരു സെക്ടറിൽ വന്നിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കവിടെ ട്രേഡ് ഇല്ല. 10 മണി വരെ കാത്താൽ മതി, ഇത് ഇത്ര വരെയൊക്കെ കാത്താൽ മതി. ഇതിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ട്രേഡ് ഇല്ല. അത് മാറ്റി ഇതിനകത്ത് അങ്ങനെ ചെറിയൊരു ടൈം ഫ്രെയിം, ചെറിയൊരു പോയിന്റിൽ ഇത് വന്നിട്ടുണ്ട്. ആദ്യം പച്ച വന്നു, പിന്നെ ചുവപ്പ് വന്നു, ശരിയാണ്. പക്ഷേ അതിൻ്റെ ഓവർലാപ്പ് അല്ല, ഒന്നിൻ്റെ മേലെ കൂടെ വന്നിട്ടില്ല. അപ്പോൾ അവിടെയും ട്രേഡില്ല. ഓക്കെ, ഇതിനി മുമ്പത്തെ നോക്കാം. മുമ്പത്തേലും IPD ഡയറക്ഷൻ എന്തുതന്നെയാണ്, ബാരിഷ് തന്നെയാണ്. കാരണം 3 മാസം കഴിയും അത് മാറാൻ. ഇതിൽ നോക്കുമ്പോൾ ആദ്യം നമുക്ക് പച്ച കിട്ടണം, പിന്നെയാണ് BPRൻ്റെ കൺസെപ്റ്റ് എന്നുള്ള മൂന്നാമത്തെ വീഡിയോ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇതിലും നമുക്ക് ട്രേഡില്ല. 3 മണിക്കായി 10 മണി വരെ നമുക്ക് പച്ച വന്നതിന് ശേഷം പച്ചൻ്റെ മേലെ കൂടെ ചുവപ്പ് വരുന്നെങ്കിൽ മാത്രമേ ട്രേഡുള്ളൂ. അപ്പോൾ ഇതിലും നമുക്ക് ട്രേഡില്ല. ഇതും അതേപോലെ ബാരിഷ് തന്നെയാണ്. ഈ ബാരിഷിനകത്ത് ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്, ഈ ഒരു പോയിന്റിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഇതുവരെ ഒരു തവണ കൂടി വരും, മാർക്കറ്റ് വരും. അപ്പോൾ ഈ ക്യാൻഡിൽ വന്നില്ലേ, ഇവിടെ പച്ച വന്നു, പച്ചൻ്റെ മേലെ കൂടെ ചുവപ്പ് വന്നു. ഇവിടെ നമുക്കൊരു ട്രേഡ് എടുക്കാം. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഇത്ര വരെ 9 പോയിൻ്റ്. ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ ടാർഗറ്റ് ഈ ലൈനാണ്. ഈ മാർക്കറ്റിൻ്റെ ഹൈയും ലോ ആണ് ഇതിൻ്റെ ടാർഗറ്റ് വരിക. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റി എന്താ പറഞ്ഞാൽ ഈ ഒരു ലെവല്. നമ്മളന്ന് ഫസ്റ്റ് വീഡിയോയിൽ ലിക്വിഡിറ്റി ഒക്കെ വരച്ചില്ലേ, ഏറ്റവും നിങ്ങളുള്ള വിക്കിന് മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ വരെയാണ് വരിക. അപ്പോൾ ഇതിനകത്ത് ഒരു 9 പോയിൻ്റ് കിട്ടും. ഇത്ര വരെ കറക്റ്റായിട്ട് 9 പോയിൻ്റ് കിട്ടും. പിന്നീട് വന്നിട്ടുണ്ട് ചോദിച്ചാൽ പിന്നെ വന്നിട്ടില്ല. പിന്നെ ചുവപ്പ് വന്നിട്ട് പച്ച വന്നിട്ട് പിന്നെ ചുവപ്പ് വരണം. ഓവർലാപ്പിങ് ഈ ഒരു സിസ്റ്റമാണ്.
ചുവപ്പ് വന്നു, പിന്നെ പച്ച വന്നു, പിന്നെ അതിനെ മറികടന്നിട്ട് ചുവപ്പ് വന്നു. ഓക്കെ, അതിന് മറികടന്നിട്ട് ചുവപ്പ് വന്നു. ഫസ്റ്റ് ക്യാൻഡിൽ ടച്ച് ചെയ്തില്ല, രണ്ടാമത്തെ ക്യാൻഡിൽ ടച്ച് ചെയ്തു. ഇവിടുന്ന് ഇവിടെ വരെ വരണം എന്നാണ് മാർക്കറ്റുള്ളത്, പക്ഷെ ഇവിടെ വരെ വന്നിട്ടുള്ളൂ. അതെങ്ങനെ മനസ്സിലാക്കുക? പിന്നീട് ഒരു ചുവപ്പ് വന്നിട്ട് പിന്നെ പച്ച വന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഈ സിസ്റ്റം പ്രകാരം ഇതിപ്പോൾ ഒരു ട്രേഡ് നമ്മളെടുത്ത് രണ്ടാമത്തെ ട്രേഡ് എടുക്കുമ്പോഴും ആദ്യം COH വരണം. ഈ സാധനം ഇത് വന്നിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പാണ് ഇത് വന്നത്, അപ്പോൾ ഈ ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് COH വന്നിട്ട് പിന്നെ BPR നോക്കണം. അപ്പോൾ ഇതിനകത്ത് COH വന്നതിന് ശേഷമാണ് നമുക്ക് PPR നോക്കേണ്ടത്. അപ്പോൾ COH ഇവിടെ വന്നിട്ടില്ല, COH ഇവിടെയാണ് വന്നത്. COH ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പച്ചയും ചുവപ്പും കൂടി വരികയാണെങ്കിൽ നമുക്കവിടെ ട്രേഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ വരുമ്പോൾ തന്നെ ഇവിടെ എന്ത് വന്നു? COH വന്നു, COH പച്ച വന്നു. അപ്പോൾ ഇവിടെയും ട്രേഡില്ല. അപ്പോൾ ഇതിനകത്ത് ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് കിട്ടും, ഇല്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ഇതിന് മുമ്പത്തെ ദിവസത്തിൽ നോക്കുമ്പോൾ നമുക്കിവിടെ COH വന്നു, COH വന്നതിന് ശേഷം നമുക്ക് ഇവിടെ പച്ച വന്നു, പിന്നെ ചെറിയതായിട്ട് അല്ലേ ഇവിടെ പച്ച വന്നു, പിന്നെ നമുക്കിവിടെ ചുവപ്പ് വന്നു. ഇവിടെ ബാരിഷ് ട്രേഡ് ഉണ്ട്. ഈ ബാരിഷ് ട്രേഡിൽ എങ്ങനെയാണ് വരുന്നത്? ഈ ക്യാൻഡിൽ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഇവിടെ ഒരു ഇൻബാലൻസിങ് ഉണ്ട്, ഓവർഫ്ലോ ആയിട്ട് ഇൻബാലൻസിങ് വന്നു എന്നുള്ളത്. പക്ഷേ 1, 2, 3, 4ാമത്തെ ക്യാൻഡിൽ അവിടെ വെച്ച് ടച്ച് ചെയ്തു. ഇവിടുന്ന് ഒരു സെല്ലുണ്ടാവും. ഈ സെല്ലിനകത്ത് എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പോയിന്റിൽ റീടച്ച് അവിടെ ചെയ്യണം. ഇതിൻ്റെ ഹൈ മാർക്കറ്റ് വന്ന ലാസ്റ്റ് വന്ന ഹൈ, ഈ ലാസ്റ്റ് വന്ന ഹൈ SL മാർക്ക് ചെയ്യുക. പിന്നീട് നമുക്ക് ഇതിൻ്റെ SL മാർക്ക് ചെയ്യുന്നത് ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും വലിയ വിക്ക്, ഒന്നുകിൽ ഈ വിക്ക് മാർക്ക് ചെയ്യാം, ഇതാണ് ഇതിൻ്റെ ടാർഗറ്റ്. അല്ലെങ്കിൽ ഈ ഹൈ, അതായത് ഈ ലോ, ഈ സെക്ഷൻ്റെ ഈ ലോ അല്ല എന്നുണ്ടെങ്കിൽ ഇത്, അതും അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലിക്വിഡിറ്റി ഈ താഴത്തുള്ള അങ്ങോട്ട് മാർക്കറ്റ് എത്തിയിട്ടില്ല, ഈ ലിക്വിഡിറ്റി അങ്ങോട്ട് മാർക്കറ്റ് എത്തിയിട്ടില്ല, അതല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. കറക്റ്റായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് മതി. ഈ മുമ്പ് കാണിച്ച ഏഷ്യൻ ഹൈൻ്റെ ആ ഒരു ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് സെല്ലാവുമ്പോൾ ലോ, ബൈ ആകുമ്പോൾ ഹൈ, അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി മാർക്ക് ചെയ്യുക. 10-15 പോയിൻറ്റിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇതേപോലെ ഒരു COH വരണം. COH വന്നതിന് ശേഷം നമുക്ക് പച്ച വരണം, പിന്നെ ചുവപ്പ് വരണം. കാരണം സെല്ലാണ്, പാരിഷ് ആയതുകൊണ്ട് നമുക്ക് പച്ച വന്നിട്ട് രണ്ടാമത് ചുവപ്പ് വരണം ഇംബാലൻസിങ്. ഇനി ബൈ ആണെങ്കിലോ ഫസ്റ്റ് ചുവപ്പ് വന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? പച്ച വരണം. അതാണ് അതിൻ്റെ വ്യത്യാസമുള്ളത്. ഇതിനകത്ത് ചുവപ്പ് വന്നിട്ട് പിന്നെ പച്ച വന്നിട്ടുള്ളൊരു സംഭവം ഇതിനകത്തില്ല. ഇവിടെ രാത്രി 10 മണിയോട് കൂടിയിട്ട് ഇവിടെ ക്ലോസായി. ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് നോക്കുക. ഇത് നമുക്ക് ASTUൻ്റെ നോക്കാം. ഇത് ഇന്നലെ എടുത്ത ട്രേഡാണിത്. ഇതിനകത്ത് ASTUൻ്റെ ഡയറക്ഷൻ എന്താ വെച്ചാൽ AUD USDൻ്റെ ഡയറക്ഷനും AUD USDൻ്റെ ഡയറക്ഷന് ബാരിഷാണ്. അപ്പോൾ നമുക്ക് സെൽ ട്രേഡ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ചോച്ച് വരണം. ചോച്ച് വന്നിട്ട് പച്ച വന്നതിന് ശേഷം പിന്നെ ചുവപ്പ് വരണം.
ഇവിടെ ഒന്ന് വന്നു, ഇവിടെ ഒന്ന് വന്നു, ഇവിടെ ഒരു സെല്ല് നമുക്ക് കിട്ടി. ഇവിടെ ഈ ഒരു പോയിൻറ്റിനുള്ളിൽ ആദ്യം പച്ച വന്നു, പിന്നെ ചുവപ്പ് വന്നു. അപ്പോൾ ഈ ഒരു ആംഗിളിൽ നമുക്ക് ഇവിടെ സെല്ല് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഇതിൻ്റെ ടാർഗറ്റ് വരുന്നത് ഈ ഒരു സെക്ടറാണ്. ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു ലോ ഇതാണ് വരുന്നത്. ഈ ഒരു ടേബിൾ വെച്ചാൽ തന്നെ നമുക്കിവിടെ ഫസ്റ്റത്തെ ഒന്ന് കിട്ടി. 2 പോയിൻറ്റ് സംതിങ്ങിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോയിൽ കിട്ടി. പിന്നെ വരുന്നത് പാരിഷ് ആയതുകൊണ്ട് പച്ച വന്ന് പിന്നെ ചുവപ്പ് വരണം. പിന്നെ ഉള്ളത് ഇതാണ്. പിന്നെ ഒരു പച്ച വന്നു, പിന്നെ ചുവപ്പ് വന്നു. ആ പച്ച വന്നതിൽ നമുക്ക് ഒരു പാരിഷ് ട്രേഡ് എടുക്കാം. ഇതാണത് വന്ന് പച്ച ഇതാണ്, പിന്നെ ഇത് ചുവപ്പ്. ഈ ചുവപ്പിൽ ഈ ക്യാൻഡിൽ വന്നപ്പോൾ തന്നെ അവിടെ ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. രണ്ടാമത്തെ ക്യാൻഡിൽ വന്നു. അത് കഴിഞ്ഞ് പിന്നെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തു നിന്ന് ഇവിടുന്ന് ഒരു സെല്ല്, ഇതാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരിക. ഇതിൻ്റെ ടാർഗറ്റ് വരുന്നത് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ലിക്വിഡിറ്റി പോയിൻ്റ് ഏതാണെന്ന് നോക്കാം. ഇതാണ് അടുത്ത ലിക്വിഡിറ്റി പോയിൻ്റ്. ഒന്ന് ഇത്, പിന്നൊന്ന് ഇത്. ഇതൊക്കെ ഫസ്റ്റ് വീഡിയോയിൽ മാർക്ക് ചെയ്യൽ എങ്ങനെയാണെന്ന് കാണിച്ചിരിക്കണം. സംഭവം നേരെ പിടിച്ച് ടച്ച് ചെയ്യാം. 5.4 ഇരട്ടിയോളം അതിന് സെല്ല് കിട്ടി. ഇങ്ങനെയാണ് ട്രേഡ് എടുക്കുക. ഓക്കെ, ഇതിപ്പോൾ രാത്രി 10:10 ട്രേഡ് വന്നത്. അതാണ് നമ്മൾ ലാസ്റ്റ് ടൈം. അത്ര വരെ നമുക്ക് കാത്തിക്കുക എന്നുള്ളതാണ്. അത് കാത്തുനിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ താഴത്തുള്ള ലിക്വിഡിറ്റിയോ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായാലും അത് അച്ചീവ് ആവും. ഈ SL അടിക്കണ വരെ നമുക്കത് നീട്ടി കൊണ്ടുപോകാം. എവിടെ വെച്ചിട്ടാണോ ടാർഗറ്റ് SL അടിക്കണ വരെ. അങ്ങനെയാണ് ഇതിൻ്റെ നിയമം. അല്ലാതെ പൗതിക്കൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വരക്കുമ്പോൾ തന്നെ അറിയാം എങ്ങനെ ലിക്വിഡിറ്റി പോയിൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കുക. ഇല്ല എങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി പോയിൻ്റ് ഏതാണോ അത്. അപ്പോൾ ഇതൊരു തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി പോയിൻ്റാണ്. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഈ 2, 3 മൂന്നാമത്തെ ടാർഗറ്റ്. അങ്ങനെ ഏത് സ്ക്രിപ്റ്റിലും നമുക്ക് അതുപോലെ നോക്കാം. സ്ക്രിപ്റ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഏത് ഡയറക്ഷനിലാണ് ട്രേഡ് ചെയ്യുകയെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞാൽ ആദ്യം COH വരണം, പിന്നെ BPR വരണം. BPR എന്ന് പറഞ്ഞാൽ ഒന്നിന് മേലായിട്ട് വരുന്ന ഇൻബാലൻസിങ് ആണ് BPR എന്ന് പറയുന്നത്. അത് ആദ്യം വരുന്നത് പച്ചയും പിന്നെ വരുന്നത് ചുവപ്പാണെങ്കിൽ ബാരിഷ് സെല്ലിനേക്കുള്ള BPR ആണ്. ആദ്യം വരുന്ന ചുവപ്പും പിന്നെ പച്ചയാണെന്നുണ്ടെങ്കിൽ ബൈയിലേക്കുള്ള BPR ആണ്. നമുക്ക് ഏതാണോ ഡയറക്ഷൻ ആ ഡയറക്ഷൻ മാത്രം ചിന്തിച്ചാൽ മതി. അതിൻ്റെ സെല്ലിൻ്റെ വരുമോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. വന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കുക. ആ ട്രേഡ് എന്തായാലും പ്രോഫിറ്റിൽ അവസാനിക്കും. അധിക ദിവസവും ട്രേഡ് ഇല്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, നമുക്കതിൽ ചെറിയ ട്രേഡ് കിട്ടേണ്ട സ്റ്റേജുകളൊക്കെ വരും.